Hello students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അല്പം പ്രത്യേകതകളുണ്ട്. ഒരു എക്സെപ്ഷണൽ കേസ് ആണത്. അതിന്റെ കോൺഫിഗറേഷൻ പറയാമെന്ന് പറഞ്ഞാണ് നിർത്തിയത്. അപ്പൊ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ചെറിയ മാറ്റമാണ് അതിൽ സംഭവിക്കുന്നത്. ആ മാറ്റം എന്താണെന്നോ ഒന്ന് ഓർത്തിരുന്നാൽ മതി. നോക്കാം നമുക്ക്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29. അപ്പൊ കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 24, ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24, ക്രോമിയത്തിന്റെ 29. ആദ്യം നമുക്ക് ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ അറേഞ്ച്മെന്റ് നടത്താം. അത് ആദ്യം ഞാൻ ഇവിടെ നടത്താൻ പോകുന്നത് എനർജി ലെവലിന്റെ ഇൻക്രീസിംഗ് ഓർഡർ തന്നെയാണ്. ഈ കിടക്കുന്ന ഓർഡറിലാണ് ഞാൻ ക്രോമിയത്തിന്റെ 24 ഇലക്ട്രോണുകൾ ക്രമീകരിക്കാൻ പോകുന്നു. അപ്പൊ എവിടെ വരും 24 എന്ന് പറയുമ്പോ 10, 20, 3Dയിൽ എത്ര വരും? 4 വരും. നോക്കാം നമുക്ക്. ക്രോമിയത്തിന്റെ എനർജി ലെവൽ ഓർഡർ. എനർജി ലെവൽ ഓർഡറിലാണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 3p6 കഴിഞ്ഞാൽ അടുത്തത് 4s2, ഇനി 3d4. അപ്പോ അങ്ങനെയുള്ള ഒരു ഓർഡർ ആണ് നമുക്ക് കിട്ടുക. ഇപ്പോ ഇത് നിങ്ങൾ ശരിയായിട്ടുള്ള ഒരു ഓർഡർ അല്ല, ഇതിന് മാറ്റം വരും. തൽക്കാലം ഞാനിപ്പോ നമ്മൾ സാധാരണ നേരത്തെ പഠിച്ച രീതിയിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3d4. ഇനി ഇതിനെ ഷെൽ നമ്പറിന്റെ ഓർഡറിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഷെൽ നമ്പർ ഓർഡർ. ഷെൽ നമ്പർ ഓർഡറിലേക്ക് മാറ്റുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2. ഇപ്പൊ ഇത് എനർജി ലെവൽ ഓർഡറിനെ നമ്മൾ ഷെൽ നമ്പർ ഓർഡറിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നു. ഇങ്ങനെ എഴുതാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഇപ്പൊ 24 നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. 24 ഇലക്ട്രോണും നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം നോക്കുക. ഇവിടെ ഡിയിൽ 4 ഇലക്ട്രോൺ ആണ് വന്നിരിക്കുന്നത്. ഈ ക്രമീകരണത്തിലാണ് അല്പം വ്യത്യാസം വരുന്നത്. ഡി സബ്ഷെല്ലിൽ ഓർബിറ്റൽ ആണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു സബ്ഷെല്ലിന്റെ ഓർബിറ്റൽ ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഡി സബ്ഷെല്ലിൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് 5 ആണ്. ഒരു ഓർബിറ്റലിൽ മാക്സിമം വരാവുന്ന ഇലക്ട്രോൺസ് 2 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡിയിൽ മാക്സിമം വരാവുന്നത് എത്രയാണ്? 10 ഇലക്ട്രോൺ. അപ്പോൾ ഡിയിൽ 5 ഓർബിറ്റൽസ്, 5 ഓർബിറ്റൽ. ഇപ്പോ ഡിയിൽ വന്നിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അപ്പോ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ 1, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം ഒഴിഞ്ഞു കിടക്കുകയാണ്. 5 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അത് ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലേക്ക് പോകുമായിരുന്നു ഡിയിൽ. ഡി ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ, ഫുൾ ഫിൽഡ് ആണെങ്കിലും അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ആറ്റങ്ങളൊക്കെ ശ്രമിക്കുന്നത് ടു ബിക്കം സ്റ്റേബിൾ.
അപ്പൊ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇവിടെ സാധിക്കാവുന്ന ഒരു അറേഞ്ച്മെന്റ് ഫോർ 3Dയിൽ 5 ആവുക എന്നുള്ളതാണ്. ആ 5 ആയി കഴിഞ്ഞാൽ ഈ ക്രോമിയത്തിന് 3D ഓർബിറ്റൽ സ്റ്റേബിൾ ആകും. അപ്പൊ ആറ്റത്തിന് അതിലൂടെ കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പൊ അതിന് ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഈ 4s നിന്ന് ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ 4s നിന്ന് 3Dയിലേക്ക് പോയപ്പോൾ 3D5 4s1 എന്നായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ഇവിടെ 3D5 4s1 എന്ന അറേഞ്ച്മെന്റ് ആണ് ആറ്റത്തിൽ യഥാർത്ഥത്തിലുള്ള അറേഞ്ച്മെന്റ്. അപ്പോ 3Dയിൽ 4 വരുന്നതിന് പകരം 3D5 4s1 എന്നായിട്ട് ക്രോമിയത്തിൽ മാറിയിരിക്കുന്നു. ഇത് 3D ഓർബിറ്റലിൽ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോ the reason for exceptional configuration in chromium is in order to attain the half filled state in D subshell, and as a result it gets more stability. ഇനി അടുത്ത നമുക്ക് കോപ്പറിന്റെ കേസ് നമുക്കൊന്ന് നോക്കാം. കോപ്പറിൽ 29 ഇലക്ട്രോൺ ആണ്. ആദ്യം ഞാൻ എനർജി ലെവലിന്റെ ഓർഡറിൽ എഴുതാം. എനർജി ലെവലിന്റെ ഓർഡറിൽ എഴുതുമ്പോൾ നോക്കാം. ഓർഡറിൽ നമ്മൾ എഴുതുകയാണ് 1s2 2s2 2p6 3s2 3p6 3p6 കഴിഞ്ഞ് 4s2 3d9 എന്ന് വരും. 3d9. എന്ന് വരും. ഇപ്പൊ നോക്കാം 10 20 29. ഇവിടെ എനർജി ലെവലിന്റെ ഓർഡറിലാണ്. അടുത്ത് നോക്കാം ഷെൽ നമ്പറിന്റെ ഓർഡർ നോക്കാം. ഷെൽ നമ്പറിന്റെ ഓർഡർ നോക്കുമ്പോ 1s2 2s2 2p6 3s2 3p6 3d9 4s2 എന്ന് കിട്ടും. ഇവിടെ കുഴപ്പം കിടക്കുന്നത് ഇതാണോ നോക്കുക. ഇവിടെയാണ് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ വരുന്നത്. എക്സെപ്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഡിയിൽ 9 എണ്ണമാണ് വരുന്നത്. ഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 ഓർബിറ്റൽ ഉണ്ട്. ഈ 5 ഓർബിറ്റലിൽ മാക്സിമം വരാവുന്നത് 10 ഇലക്ട്രോൺ ആണ്. ഇവിടെ ഡിയിൽ 5 ഓർബിറ്റൽ ഉണ്ട്. നേരത്തെ ഞാൻ കാണിച്ചു. ആ ഡിയിൽ 2 2 2 2 1 ഈ അവസ്ഥയാണ് ഇപ്പോൾ ഡി ഓർബിറ്റലിൽ. 4 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 1 മാത്രം അൺപെയ്ഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഫുൾഫിൽഡ് സ്റ്റേറ്റിന്റെ ഒരു സ്റ്റെബിലിറ്റി ആ ആറ്റത്തിന് കിട്ടുന്നില്ല. അപ്പോ ഈ ഡി ഓർബിറ്റൽ ഫുൾഫിൽഡ് ആകുന്നതിന് വേണ്ടി 4sൽ നിന്ന് ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് പോയി. അപ്പോൾ അവിടെ 3d10 4s1 എന്ന അവസ്ഥയാണ് കോപ്പറിന് വന്നിരിക്കുന്നത്. അപ്പൊ കോപ്പറിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എങ്ങനെയാണ്? 3d10 4s1 എന്നാണ്. അങ്ങനെ 3d10 ഇത് തെറ്റാണ്, ഇങ്ങനെ എഴുതരുത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആക്ച്വൽ കോൺഫിഗറേഷൻ, എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ. അപ്പൊ കോപ്പർ shows the exceptional configuration in order to attain the fulfilled state
in 3D subshell, and as a result it gets more stability. Appo for stability, chromium and copper shows the exceptional configuration. ഇത്രയും ഓർത്തിരിക്കുക. ഇനി തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.